ഇനി മത്തിൻ്റെ അവസാന ഭാഗം ഫഅർഖാനു മാ സഖത മിൻഹാ സഹ്വൻ ഔ അംദ ബതലത്തി സ്വലാത്തു ബിതർക്കിഹി. നിസ്കാരത്തിൻ്റെ ഒരു റുക്ന് ഒരാൾ മറന്നിട്ടോ അല്ലെങ്കിൽ ബോധപൂർവമോ ഒഴിവാക്കി, അതുകൊണ്ട് എന്താകും? ബതലത്തി സ്വലാത്തു ബിതർക്കിഹി. അത് ഒഴിവാക്കുന്നതോട് കൂടി അയാളുടെ നിസ്കാരം ബാത്തിലായി. റുക്ന് മറന്നിട്ട് ഒഴിവാക്കാൻ പറ്റൂല, ബോധപൂർവവും ഒഴിവാക്കാൻ പറ്റൂല. വൽ വാജിബാതു മാ സഖത മിൻഹാ സഹ്വൻ ജബറഹു സുജൂദു സഹ്വി വഅംദൻ ബതലത്തി സ്വലാത്തു ബിതർക്കിഹി. ഇനി വാജിബായ ഒരു കാര്യമാണ് ഒരാൾ ഒഴിവാക്കിയത് എങ്കിൽ, മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്. ഈ പറഞ്ഞ 8 കാര്യങ്ങൾ അതൊരാൾ മനഃപൂർവ്വം ഒഴിവാക്കി, നിസ്കാരം ബാത്തിലാണ്. മറന്നിട്ട് ഒഴിവാക്കിയാൽ എന്ത് ചെയ്താൽ മതി? സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. സഹ്വിന്റെ സുജൂദ് അതിനുള്ള പരിഹാരമാണ്. വല്ലാഹു അഅലം എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് ഈ കിതാബ് അവസാനിപ്പിക്കുന്നത്. ആ വല്ലാഹു അഅലം എന്നുള്ളത് നമ്മൾ ശരിക്കും അടിവരയിടേണ്ട ഒരു വാക്കാണ്. അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. അത് അള്ളാഹുവിനോടുള്ള നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയാണ്. എന്ത് കാര്യം പറഞ്ഞാലും വല്ലാഹു അഅലം. നമുക്ക് അറിയുന്ന വിഷയമായിരിക്കും, നമ്മൾ പറഞ്ഞത് ശരിയായിരിക്കും, എന്നാലും എന്ത് പറയണം? വല്ലാഹു അഅലം എന്ന് പറയണം. നമുക്ക് സംശയമുള്ള വിഷയങ്ങൾ മാത്രമല്ല, ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, നമുക്ക് സംശയമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ തെറ്റുപറ്റുമെന്ന് പേടിക്കുന്ന വിഷയങ്ങൾ മാത്രം വല്ലാഹു അഅലം എന്ന് പറയാം. അങ്ങനല്ല, നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ എന്ത് പറയാം? വല്ലാഹു അഅലം എന്ന് പറയാം. ആ ഇൽമ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അള്ളാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നത് പറയാം. ആരും പരിപൂർണരല്ല. അത് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് ഈ കിതാബ് അവസാനിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ് സാലിഹാത്ത്. അപ്പോൾ ഇതോടുകൂടി ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ഗ്രന്ഥം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് 7 ദർസുകളിലായി നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ.